കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാലും ഇല്ലേ. എന്റെ പറശ്ശിന്റെ കടവ് മുത്തപ്പ, പണി പാമ്പായും പട്ടിയായും വരില്ലേ. എൻ്റെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക് എനിക്ക് കിട്ടിയതിൽ ആദ്യത്തെ സ്പാർക്ക് എന്ന് പറയുന്നത് ഒരു 2010 ആ ഒരു സമയത്ത്, അതായത് ആ ഒരു സമയത്തൊക്കെ ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഒരുപാട് വൈറലായി ട്രെൻഡായി നിൽക്കുന്ന സമയമാണ്. അന്ന് ആ ടി വിയിൽ ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം, ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ന്യൂസുകാർ ആ ഒരു ഷോർട്ട് ഫിലിമിന് ഒരു ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമൽ നീരദ് സ്റ്റൈലിൽ ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള രീതിയിൽ ഒരു ടാഗിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമൽ നീരദിന്റെ സിനിമാറ്റിക് ഫിലിം മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, അത് സത്യമായിരുന്നു. അതുവരെ ആ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയിൽ എടുത്തിട്ടുള്ള ഷോർട്ട് ഫിലിം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമൽ നീരദ് എന്ന് പറയുന്ന ഒരു വേർഡ് മേക്കിംഗ് ക്വാളിറ്റി എന്നുള്ള മറ്റൊരു വേർഡുമായിട്ട് കണക്റ്റഡ് ആണ്. 2007 ഇറങ്ങിയ ബിഗ് ബി എന്ന് പറയുന്ന ഒരു സിനിമ, അതിനുശേഷം മോളിവുഡും അതിന് മുമ്പുള്ള മോളിവുഡും തമ്മിൽ അന്നും ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ ഒരുപാട് മൈൽ സ്റ്റോണുകൾ നമ്മുടെ ലോകം അടക്കം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മോളിവുഡിലെ സിനിമകൾക്ക് ഒരു ചേഞ്ച് വന്നു, അതായത് മേക്കിങ്ങിൽ ഒരു ചേഞ്ച് വന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന 2007 ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം തൊട്ടാണ്. അത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇതിനു മുമ്പ് നിങ്ങൾ അതുപോലത്തെ പല ചർച്ചകളും കണ്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ബോഗൈൻവില്ല എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം അമൽ നീരദിൻ്റെ അടുത്ത സിനിമ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡ്യൂക്സ് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷേ ഡ്യൂക്സ് എന്ന് നമുക്ക് പറയാം. ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ്. ഒപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന, നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ ഉള്ള അവസ്ഥയിൽ കിടക്കുന്ന ബിലാൽ, ഒപ്പം ദ ബിഗ് ബി ഫിലിം മേക്കർ അമൽ നീരദിനെയും നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ വീഡിയോ നമ്മൾ 2 സെക്ഷനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ഡ്യൂക്സ്, സെക്കൻഡ് ബിലാൽ. അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഡ്യൂക്സ്. ഭീഷ്മ പർവം എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി പടത്തിന് ശേഷം അടുത്തതായിട്ട് അമൽ നീരദ് ചെയ്തത് ബോഗൈൻവില്ലയാണ്. പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമൽ നീരദ് എന്ന ഫിലിം മേക്കർ എന്നെ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് മേക്കിംഗ് ആയാലും ആ ഒരു ടാഗിലെല്ലാം. പക്ഷേ ആ സിനിമയുടെ ക്വാളിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അമൽ നീരദിൻ്റെ തന്നെ മറ്റ് സിനിമകൾ വെച്ച്, അതായത് ഭീഷ്മയും അങ്ങനത്തെ സിനിമകളൊക്കെ വെച്ച് നോക്കുക, അല്ലെങ്കിൽ വരത്തൻ ഇങ്ങനത്തെ സിനിമ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു അമൽ നീരദ് പടം എന്നുള്ളൊരു പവർ എനിക്ക് ബോഗൈൻവില്ലയിൽ കിട്ടിയിട്ടില്ല. കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി ഇവരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫാഫയും കൂടി കൊണ്ടുവന്നു, പക്ഷേ അത് വേണ്ട രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല. അതായത് ഒരു അമൽ നീരദ് പടം അല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് അത് തോന്നിയത്. മേക്കിംഗ് ആയാലും മറ്റ് എല്ലാ സൈഡും ഒരു അമൽ നീരദ് പടം തന്നെയായിരുന്നു. അത് ഇഷ്ടപ്പെട്ടവരും ഉണ്ടാവാം, പക്ഷേ എനിക്ക് ആ ഒരു സിനിമ അത്രത്തോളം സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. അതിനുശേഷം അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒരു പടമാണ് ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞാൽ മുമ്പ് അമൽ നീരദ് എടുത്ത ഒരു ഫിലിമിൻ്റെ ആ സിനിമയുടെ സീക്വലോ പ്രീക്വലോ എന്നുള്ളതാണോ എന്നുള്ളൊരു കൺഫർമേഷൻ ആയിട്ടില്ല. പക്ഷേ ഈ സിനിമയുടെ അതേ ഫ്ലേവറുള്ള ഒരു സിനിമയായിരിക്കും ഈ പറഞ്ഞ ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമ. എന്തെങ്കിലും ഒരു രീതിയിലുള്ള കണക്ഷനോ എലമെൻസോ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവാം. അത് അതിൻ്റെ മേക്കിങ്ങിലാവാം, അതല്ലെങ്കിൽ അതിൽ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവത്തിലാവാം. ആ ഒരു സിനിമയ്ക്കകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലും, അത് അമൽ നീരദിൻ്റെ എല്ലാ സിനിമയിലും അത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈവൻ ഇപ്പം ഞാൻ പറഞ്ഞ ബോഗൈൻവില്ല എന്ന സിനിമയ്ക്ക് പോലും അതിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്കോ അല്ലെങ്കിൽ ആ ഒരു അറ്റയർ മൊത്തത്തിൽ ഒന്ന് കാണുന്ന സമയത്ത് അത് ഒരു അമൽ നീരദ് ഫിലിമിലെ ഒരു ക്യാരക്ടറാണെന്നുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടാവും. അതുപോലത്തെ ഒരു സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി. അതിനകത്ത് ഓരോ ക്യാരക്ടറും ഈ നമ്മളെ കലാഭവൻ ചേട്ടൻ വരെ അതിനകത്ത് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ അത്രത്തോളം സ്റ്റൈലിഷ് ആയിട്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് അന്ന് അത്രത്തോളം വർക്കായ ഒരു സിനിമയാണെന്ന് തോന്നുന്നില്ല. അത് ആസിഫ് അലി ആയാലും അതിനകത്ത് ആ ഒരു സിനിമയുടെ ഒരു മൂഡെന്ന് പറഞ്ഞാൽ തന്നെ ഒരു കോമിക്കൽ സ്വഭാവമുള്ളൊരു സിനിമയായിരുന്നു ബാച്ചിലർ പാർട്ടി. അതേ ഒരു പാറ്റേണിലുള്ളൊരു സിനിമ, അതായത് ഇന്നത്തെ ഒരു ഫ്ലേവർ, അതായത് അതിലെ ആക്ടേഴ്സ് ആയാലും നമ്മുടെ ഒരു പുതിയ തലമുറയുടെ ഒരു ഫ്ലേവറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു അതിൻ്റെ തന്നെ ഒരു ഫ്ലേവറുള്ള സിനിമയായിരിക്കും ബാച്ചിലർ പാർട്ടി ഡ്യൂക്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ. ഈ സിനിമയുടെ കാസ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതിൽ കൺഫേം ആയിട്ടുള്ള കാര്യം ഒന്ന് നസ്ലിനാണ്, നസ്രിയ കൺഫേമാണ്, സൗബിൻ കൺഫേമാണ്, കുഞ്ചാക്കോ ബോബൻ്റെ പേര് പറയുന്നുണ്ട്, ടോവിനോ തോമസിൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാസ്റ്റ്, പിന്നെ ഷറഫുദ്ദീൻ, ഇങ്ങനെ കുറേ ആക്ടേഴ്സിൻ്റെ പേരുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കൺഫേം ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കൺഫേം ആയിട്ടുള്ള ഇത്രയും പേരാണ്. അതിൽ നസ്ലിൻ എന്തായാലും ഉണ്ട്. അത് അമൽ നീരദ് തന്നെ ടാഗ് ചെയ്തിരിക്കുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് അത് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന കാസ്റ്റിൽ ഈ ഒരു സിനിമ വരുന്ന സമയത്ത് എന്തായാലും അതൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫിലിമായിരിക്കും. അതായത് ഞാനെന്ന ഓഡിയൻ മെയിനായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇരിക്കുന്നത് അമൽ നീരദ് ഫ്രെയിമിൽ നസ്ലിനായാലും ഇവരെയൊക്കെ ഈ പുതിയ തലമുറയെ ആ ഒരു ഫ്രെയിമിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. സൗബിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും പവർഫുൾ റോൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് ആ ഒരു
ഒരു ചെറിയ മനുഷ്യനാണ്. പക്ഷേ ആ ഒരു മനുഷ്യനെ അത്രയും പവറായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് ഒന്ന് അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും, രണ്ട് അതിൻ്റെ ആ ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിങ്. മമ്മൂക്ക എന്ന് പറയുന്ന ആക്ടർ പോലും ഒന്ന് മാറി നിന്നിട്ട് സൗബിനെ കൊണ്ട് കളത്തിലേക്ക് ഇറക്കിയ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് പോലും അമൽ നീരദ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആ ഫിലിം മേക്കറിൻ്റെ വിഷനിലൂടെയാണ്. അപ്പോൾ ആ ഒരു ആക്ടറിനെ തന്നെ വീണ്ടും അടുത്തൊരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഒരു അമൽ നീരദ് പടം എന്ന ടാഗിൽ വരുന്ന എല്ലാ സിനിമയും കാണാൻ എന്നെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അതായത് അമൽ നീരദ് ഫിലിംസിൻ്റെ അപ്ഡേറ്റ്സ് പുറത്തു വരുന്ന രീതി, ഈവൻ അതിൻ്റെ പോസ്റ്റേഴ്സ്. ഒരു ഡിസൈനർ എന്ന POVയിൽ ഇപ്പം ഞാൻ എൻ്റെ സൈഡ് പോലും ചിന്തിക്കുന്ന സമയത്ത് അമൽ നീരദ് സിനിമകളുടെ പോസ്റ്റേഴ്സ് തന്നെ ഒരു പ്രത്യേക വൈബാണ്. അമൽ നീരദ് ഫിലിം എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് വാല്യൂ അത് എവിടെ തൊട്ടാണ് കൂടുതൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തിയെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാം. ബിലാൽ. മമ്മൂക്കയുടെ കരിയറിലെ ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഭീഷ്മപർവം എന്ന് പറയുന്ന അമൽ നീരദ് തന്നെ സംവിധാനം ചെയ്ത സിനിമയ്ക്കകത്തുള്ള ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിനേക്കാൾ കൂടുതൽ നമ്മൾ മനസ്സിൽ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ കുക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബിലാൽ ജോൺ കുരിശിങ്കൽ. ആ ഒരു സിനിമയുടെ ഫ്രഷ്നെസ്, അന്ന് അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. പക്ഷേ കാലങ്ങൾക്ക് ഇപ്പുറം ആ സിനിമയെക്കുറിച്ച് അറിയാത്തതോ അല്ലെങ്കിൽ സംസാരിക്കാത്തതോ അല്ലെങ്കിൽ അതിനുശേഷം ബിഗ് ബിക്ക് ശേഷമുള്ള മലയാള സിനിമയിൽ വന്ന സിനിമകൾക്ക് ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു ഗെയിം ചേഞ്ചറായിട്ടുള്ള സിനിമയാണ് ബിഗ് ബി. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ്സ് എപ്പോഴും ഈ ഒരു ഫിലിം മേക്കർക്ക് തന്നെയാണ്. ആ ഒരു ഫിലിം മേക്കറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി നമ്മളെ മനസ്സിലേക്ക് വരും, ഓരോ സിനിമകളുടെ വിഷ്വലും. ഇപ്പോൾ ഞാൻ എടുത്ത് പറയാതെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവാത്തൊരു സിനിമയും കൂടിയുണ്ട്, ഇയോബിൻ്റെ പുസ്തകം. ഈ സിനിമയൊക്കെ ഇന്നും എടുത്ത് കാണുന്ന സമയത്ത് ആ ഒരു ഓരോ ഫ്രെയിമുകൾ മാത്രം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഫിലിം മേക്കർ ഉണ്ടെങ്കിലും ഒരു വ്യൂവർ ആണെങ്കിൽ പോലും ആ ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു മാജിക് എന്താണെന്നുള്ളത് ആ വിഷ്വലിൽ ജസ്റ്റ് നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് കിട്ടും. പണ്ടത്തെ പ്രിയദർശൻ സിനിമകളിലൊക്കെ ഓരോ വിഷ്വൽ അല്ലെങ്കിൽ സ്റ്റിൽസ് എടുത്ത് നമ്മൾ ആ ഫ്രെയിംസ് നോക്കുന്ന സമയത്ത് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു വൈബാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അമൽ നീരദ് ചിത്രത്തിൻ്റെ ഇപ്പോൾ ഇയോബിൻ്റെ പുസ്തകം പോലത്തെ സിനിമയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സിനിമാറ്റിക് എന്ന് പറയുന്നതിൻ്റെ ഒരു വേർഡ് അല്ലെങ്കിൽ മീനിങ് നമുക്ക് മനസ്സിലാവും. അതായത് സ്റ്റോറി ടെല്ലിങ് ഏത് രീതിയിൽ സ്റ്റൈലൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ മോളിവുഡിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഡയറക്ടർ അത് നമ്മളുടെ അമൽ നീരദാണ്. നീ മമ്മൂട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ കളിയാക്കുന്ന പോലെ നല്ല രീതിയിൽ ഒരു സിനിമാറ്റിക് സ്കോപ്പൊക്കെ ഇട്ടിട്ട് ഒരു വിഷ്വൽ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഇറക്കുന്ന സമയത്ത് നീ എന്താ അമൽ നീരദ് പടം എടുക്കുന്നോ എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോളിവുഡിൽ എന്തുമാത്രം ക്വാളിറ്റി ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്, ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഇവരെ ഒന്നും ആ ഒരു പേര് പറഞ്ഞ് ഇത്രയും ക്വാളിറ്റിക്ക് റെഫറൻസ് ചെയ്യാറില്ല. കണ്ടന്റ് വൈസ് ഒരുപാട് ക്വാളിറ്റി ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷേ മേക്കിംഗ് വൈസ് ആ ഒരു ക്വാളിറ്റി ഡയറക്ടർ എന്ന് ഇന്നും പേരുള്ളത് അല്ലെങ്കിൽ ടാഗ് ഉള്ളത് നമ്മളുടെ അമൽ നീരദിന് തന്നെയാണ്. ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് വന്ന ഒരാളാണ്, എന്നിട്ടൊരു ഡയറക്ടറായതാണ്. ഇപ്പോൾ ബാഹുൽ രമേശ് എന്ന് പറഞ്ഞ ഒരു റൈറ്റർ സിനിമാറ്റോഗ്രാഫറിൻ്റെ കോമ്പിനേഷൻ നമ്മൾ കണ്ടു. എക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ പോലും തൻ്റെ വിഷൻസ് കണ്ണിലൂടെ കാണുന്ന ഒരാൾക്ക് ഈസി ആയിട്ടൊരു ഡയറക്ടർ ആവാൻ പറ്റും. ആ ഒരു ഡയറക്ടർക്ക് ഒരു സിനിമാറ്റോഗ്രാഫർ ആവുന്ന ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയും കൂടി ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ഷൻ പൊസിഷനിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന ഓരോ വിഷ്വൽസും അല്ലെങ്കിൽ അത്ര സ്റ്റൈലിഷ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അമൽ നീരദ് സിനിമകളുടെ വിഷ്വൽസ് മാത്രമല്ല ആ സിനിമയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന ലൊക്കേഷൻസ് ആയാലും അതിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആയാലും കോസ്റ്റ്യൂം ആയാലും ഹെയർ സ്റ്റൈൽ ആയാലും തുടങ്ങി ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾക്കെല്ലാം അമൽ നീരദ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഫിലിം മേക്കറിൻ്റെ ആ സ്റ്റൈലിഷ്ഡ് ആയിട്ടുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടാവും. ബിലാൽ എന്ന് പറഞ്ഞ സിനിമ അതിനി നടക്കുവോ ഇല്ലയോ അല്ലെങ്കിൽ അത് കിട്ടുവോ അത് വരുവോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട്. ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആ ഒരു സിനിമ എടുക്കുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ആ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തോ ബിലാൽ എന്ന് പറഞ്ഞ സിനിമ ഓണാവാൻ വേണ്ടി ഇരുന്നതാണ്. അത് മനോജ് കെ ജെയിൻ ഓൾറെഡി കാസ്റ്റിംഗ് വരെ അവർ കംപ്ലീറ്റ് ചെയ്തൊരു സമയമാണ്. അതായത് മെയിൻ ആക്ടേഴ്സ് എല്ലാത്തിനെയും ആ ബ്രദേഴ്സായിട്ടുള്ളവരേക്ക് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ഓക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്ന ഒരു സമയത്താണ് നമ്മളെ കോവിഡ് വന്നിട്ട് അവിടെ ഈ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയത്. അതായത് ഓണായി വന്ന സിനിമ അത് പിന്നെ പതിയെ ഇരുത്തിയിട്ട് അവർ വീണ്ടും ഒരു ചെറിയ സിനിമ എന്നുള്ള രീതിയിൽ ഭീഷ്മപർവം
വർക്ക് ചെയ്ത് അതിറക്കി. ഇനി ആ ഒരു സിനിമ ഈ പറയുന്ന പോലെ വീണ്ടും ഒന്ന് ഓണായി വരണമെന്നുണ്ടെങ്കിൽ ഈ മമ്മൂക്കയുടെ ഡേറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റ് സ്റ്റാർസുകളുടെ ഡേറ്റും അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് ഹൈപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ ലൂസിഫർ കണ്ടു, എമ്പുരാൻ ഇറങ്ങി, അതിന് വന്ന ആ ഒരു ഹൈപ്പ് വന്നതുപോലെ ഈ സിനിമയ്ക്ക് അമ്മാതിരി ഹൈപ്പാണ്. അതായത് ബിലാൽ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലിന് വല്ലാത്തൊരു ഹൈപ്പുണ്ട്. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾഫിൽ ആവും എന്നുള്ളൊരു ഡൗട്ട് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ അമൽ നീരദിൻ്റെ മനസ്സിലുണ്ടാവും. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു സിനിമ ഇറക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കൂടി വേണം. കാരണം ബിഗ് ബി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ പവറും കൂടി ഈ സിനിമയ്ക്കകത്ത് വേണം. ജസ്റ്റ് മമ്മൂക്കായുടെ ബിലാൽ എന്ന ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ആഘോഷിച്ചാൽ മാത്രം പോരാ എന്നുള്ളത് ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫിലിം മേക്കർ എന്ന് പറയുന്ന അമൽ നീരദിന് കറക്റ്റായിട്ട് അറിയാം. ഈ പറയുന്ന വരാൻ പോകുന്ന ഡ്യൂക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അത് സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റ്മെൻറ്റോട് വെയിറ്റ് ചെയ്യാണ്. മമ്മൂക്കയുടെ ആ ബിലാൽ ജോൺ കുരിശിങ്കലായിട്ട് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ദുൽഖറുമായിട്ടുള്ള ഒരു കോമ്പിനേഷനിലൊക്കെ മമ്മൂക്കയിൽ വരും, ബിലാൽ സംഭവിക്കുമെന്നൊക്കെ ഉള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു അമൽ നീരദ് ചിത്രത്തിൻ്റെ ഫ്രെയിമിനകത്താണ് ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഹൈപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എന്തായാലും ഈ ഒരു സിനിമ ഒരു ബിസിനസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും നഷ്ടമാവില്ല. പക്ഷേ ഒരു അമൽ നീരദ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഒരു ഇതുണ്ട്, ഒരു ലെവലുണ്ട്. ഒരു ഹെയ്റ്റ് ആവുക, അതായത് നമ്മൾ ലൊക്കേഷനൊക്കെ പറ്റിയതുപോലെ വൻ ഹൈപ്പിൽ ഒരുപാട് ഹിറ്റുകൾ കൊടുത്ത ഒരാൾ പെട്ടെന്ന് വന്നൊരു ഫ്ലോപ്പ് അടിച്ചു കഴിയുമ്പോൾ, അതായത് ഇത്രയും ഹൈപ്പുള്ളൊരു ഫ്ലോപ്പ് അടിച്ചു കഴിയുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ചാമ്പലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ആലോചിച്ച് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച് അത് വർക്ക് ചെയ്ത് കറക്റ്റ് ടൈമിൽ ആ സിനിമ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉള്ള സമയത്ത് തന്നെ അത് വരുവാണെന്നുണ്ടെങ്കിൽ ആ സിനിമ എന്തായാലും അടുത്തൊരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും ആ സിനിമയ്ക്കും. എന്തായാലും നമുക്ക് ആ ഒരു അമൽ നീരദ് പടത്തിന് വേണ്ടി കാത്തിരിക്കാം. റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ നിസാർ.